അച്ഛൻ എന്ന പേരിൽ ഒരു ജീവിതം. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ചിന്തകളുടെ ആഴം കൂടുന്തോറും ഉറങ്ങാനുള്ള സമയം കുറയും. ആ വാക്കുകൾ ഏറ്റവും കൂടുതൽ ശരിയാകുന്നത് ഒരുപക്ഷെ പല അച്ഛന്മാരുടെ ജീവിതത്തിലാണ്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും ചില വീടുകളിൽ ഒരു മുറിയിൽ ലൈറ്റ് അണയാതെ കിടക്കാറുണ്ട്. കട്ടിലിൽ കണ്ണടച്ച് കിടന്നാലും ഉറക്കം വരാതെ. അത് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. നാളത്തെ വീട്ടുചിലവ് എങ്ങനെ നടത്തും, മക്കളുടെ പഠനം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും, വീട്ടുവാടക, മരുന്ന്, കടം ഈ കുടുംബത്തെ എങ്ങനെ നല്ല നിലയിൽ എത്തിക്കും, ഇങ്ങനെയുള്ള അനേകം ചിന്തകളാണ് അവരുടെ മനസ്സിൽ നിറയുന്നത്. നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുന്ന ആ രാത്രികളിൽ ഒരു അച്ഛൻ്റെ മനസ്സ് ഉത്തരവാദിത്തങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാരം ചുമക്കുകയായിരിക്കും. ഒരു കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പുറത്തു കാണുന്ന ചിരിക്ക് പിന്നിൽ എത്രയോ പറയാത്ത ആശങ്കകളും എത്രയോ ഉറക്കമില്ലാത്ത രാത്രികളും ഒളിഞ്ഞിരിക്കാം. രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ജോലിക്കിറങ്ങുന്ന ആ മനുഷ്യൻ, മഴയായാലും വെയിലായാലും ശരീരത്തിന് സുഖമില്ലെങ്കിലും ഇന്നൊന്ന് വിശ്രമിക്കാമെന്ന് മനസ്സ് പറഞ്ഞാലും ഞാൻ പോയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന ചിന്തയാണ് വീണ്ടും ജോലിക്കിറങ്ങുന്നത്. പല അച്ഛന്മാരുടെയും ജീവിതം ഇങ്ങനെയാണ്. സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച്, സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ച് മക്കളുടെ ചെറിയ പുഞ്ചിരിക്കായി ജീവിക്കുന്നവർ. മക്കൾക്ക് പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ എനിക്ക് പഴയത് മതി എന്ന് പറഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നവർ. മക്കളുടെ പഠനത്തിനായി പണം കണ്ടെത്തുമ്പോൾ സ്വന്തം ചികിത്സ പോലും മാറ്റിവെക്കുന്നവർ. കാരണം അവരുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തം ജീവിതമല്ല, മക്കളുടെ നല്ല ഭാവിയാണ്. കാലം കടന്നു പോകുന്നു, മക്കൾ വളരുന്നു, വീട് നല്ല നിലയിലാകുന്നു. പക്ഷേ ആ യാത്രയിൽ തളർന്നു പോയത് ഒരച്ഛൻ്റെ ശരീരമാണ്. വർഷങ്ങളോളം വെയിലും മഴയും സഹിച്ച് കുടുംബത്തിനായി അധ്വാനിച്ചപ്പോൾ എല്ലാം ഒന്ന് ശരിയായെന്ന് തോന്നിയ സമയത്ത് അവരുടെ കൈകളിലെത്തിയത് വിശ്രമമല്ല, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, മുട്ടുവേദന, മറ്റു പല അസുഖങ്ങളും. അവർക്കിപ്പോൾ വേണ്ടത് വലിയ സമ്മാനങ്ങളല്ല, അച്ഛാ സുഖമാണോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു ശബ്ദം, അവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അതുമതി. എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പലപ്പോഴും നാവുന്നു. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്ന നമ്മൾ അച്ഛനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താറില്ല. അവർ അതിനൊന്നും പരാതി പറയാറുമില്ല. പക്ഷേ അവർ കാത്തിരിക്കും, ഒരു വിളിക്കായി, ഒരു പുഞ്ചിരിക്കായി, ഒരു ചേർത്ത് പിടിക്കലിനായി. ഓർക്കുക, പുറമേ ഗൗരവം തോന്നിക്കുന്ന പല അച്ഛന്മാരുടെയും ഉള്ളിൽ അതിയായ സ്നേഹമുള്ള ഒരു ഹൃദയമുണ്ട്. അവർക്ക് കരയാൻ അറിയില്ല എന്നല്ല, കരഞ്ഞാൽ കുടുംബത്തിൻ്റെ ധൈര്യം തകരുമോ എന്ന ഭയമാണ്. അവർക്കും വേദനയുണ്ട്, അവർക്കും ക്ഷീണമുണ്ട്, അവർക്കും സ്നേഹവും ആഗ്രഹവുമുണ്ട്. പക്ഷേ പലപ്പോഴും അത് അവർ പറയാറില്ല. ഇത് എല്ലാ അച്ഛന്മാരുടെയും കഥയില്ല, പക്ഷേ അനേകം അച്ഛന്മാരുടെ പറയാതെ പോയ ജീവിത കഥയാണ്. ഇന്ന് നിങ്ങളുടെ അച്ഛൻ കൂടെയുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അവരോട് സ്നേഹത്തോടെ സംസാരിക്കൂ, അവരോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കൂ. കഴിയുമെങ്കിൽ ഒരു ദിവസം അവരെ ചേർത്ത് പിടിച്ചു പറയൂ, അച്ഛാ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ആ ഒരു വാക്ക് ഒരു പക്ഷേ വർഷങ്ങളായി അവർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം. കാരണം പല അച്ഛന്മാരും അവരുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ജീവിക്കാൻ പോലും മറന്നുപോയവരാണ്. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ സ്നേഹവും കരുതലുമാണ്. അവർ ഉള്ളപ്പോൾ അവരെ സ്നേഹിക്കൂ, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് ആശ്വാസമാകും. കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ജീവിതത്തിൻ്റെ അടിത്തറ പല അച്ഛന്മാരുടെയും വിയർപ്പും ത്യാഗവും ഉറക്കമില്ലാത്ത രാത്രികളും കൊണ്ടാണ് പണിതുയർത്തിയത്. ജീവിച്ചിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ദൈവം ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അച്ഛന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് താങ്ങും ആശ്വാസവുമായി മാറാനും ദൈവം എല്ലാവർക്കും ശക്തിയും മനസ്സും നൽകട്ടെ.